ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇന്നത്തെ ടോപ്പിക്ക് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ്. സോ എന്താണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്? ദി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഈസ് എ ടെമ്പററി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പൈ ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ഇൻ എ മൾട്ടിപ്പിൾ ബോണ്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എൻ അറ്റാക്കിംഗ് റിയേജന്റ്. അതായത് രണ്ട് ആറ്റംസ് ഡബിൾ ബോണ്ടോ അതല്ല എങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ കൊണ്ട് ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു അറ്റാക്കിംഗ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റായിട്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിലോട്ട് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ, ദി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഈസ് എ ടെമ്പററി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പൈ ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ഇൻ എ മൾട്ടിപ്പിൾ ബോണ്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രോസസ്സല്ല. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത്. സോ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അവിടെ പൈ ഇലക്ട്രോൺസ് വേണമല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോണ്ട് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇഫക്റ്റ് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. ആൻഡ് ഓൾസോ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിലാണ് ഏത് നടക്കുന്നത്, നമ്മുടെ ഈ ഒരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നമ്മൾ നടക്കുന്നു എന്ന് പറഞ്ഞു, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടിയിട്ടാണ് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ദെൻ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പറയാം. അതായത് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ സിമിട്രിക് ആൻഡ് അസിമിട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് നമുക്കിവിടെ പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സിമിട്രിക് ആയിട്ടുള്ളൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിമിട്രിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് രീതിയിലായിരിക്കാം എന്ത് നടക്കുന്നത്, പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുവാണ് CH2 ഇപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, രണ്ടും സിമിലർ ആയിട്ടുള്ള ആറ്റംസ് ആണല്ലേ. സോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒന്നുകിൽ റൈറ്റ് സൈഡിലോട്ടും ഷിഫ്റ്റ് ആവാം, അതല്ല എങ്കിൽ എങ്ങോട്ടും ഷിഫ്റ്റ് ആവാം, ലെഫ്റ്റ് സൈഡിലോട്ടും ഷിഫ്റ്റ് ആവാം. സോ അപ്പം ആരാണോ ഇലക്ട്രോൺസ് കൊടുക്കുന്നത് അയാൾക്ക് പോസിറ്റീവ് ചാർജും, ആരാണോ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്ക് നെഗറ്റീവ് ചാർജും ആയിരിക്കും കിട്ടുന്നത്. സോ ഇതാണ് നമ്മളിവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സിമിട്രിക്കിൽ നടക്കുന്നത്. അപ്പോൾ സിമിട്രിക്കിലാണെങ്കിൽ രണ്ട് രീതിയിലും നമുക്ക് നടക്കാം. ഒന്നുകിൽ റൈറ്റ് സൈഡിലോട്ടോ അതല്ല ലെഫ്റ്റ് സൈഡിലോട്ടോ വേണമെങ്കിലും നമുക്ക് എന്ത് നടക്കാം, ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയണം, അസിമിട്രിക് ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏതാണിത്, കാർബണൈൽ ഗ്രൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർബണിനെക്കാട്ടിലും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റ് നടക്കുന്നത് എങ്ങോട്ടായിരിക്കും, ഓക്സിജനിലോട്ടായിരിക്കും. അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ആവുന്നത് ഓക്സിജനിലോട്ടായിരിക്കും. സോ കൊടുക്കുന്ന ആളാരാണ്, നമ്മുടെ കാർബൺ ആണ്. സോ കാർബണിന് പോസിറ്റീവ് ചാർജും അക്സെപ്റ്റ് ചെയ്ത ഓക്സിജന് നെഗറ്റീവ് ചാർജുമാണ് കിട്ടുന്നത്. സോ ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാം, CN ഗ്രൂപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് ആർക്കാണ്, നൈട്രജൻ ആറ്റത്തിനാണ്. സോ കാർബണിനെക്കാളിലും നൈട്രജന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് കൊണ്ട് തന്നെ പൈ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റ് എങ്ങോട്ടാണ്, നൈട്രജനിലോട്ടാണ് പോകുന്നത്. സോ നൈട്രജന് നെഗറ്റീവ് ചാർജും നമ്മുടെ കാർബണിന് പോസിറ്റീവ് ചാർജും കിട്ടും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ പൈ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നടക്കുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് വേറൊന്നുമല്ല, സിമിട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ ആദ്യം എക്സാമ്പിൾസ് പറയുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് അസിമിട്രിക്കും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്,
ഈ ഒരു എന്താണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നടക്കുന്നത് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ നേച്ചറിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ്. അതല്ലെങ്കിൽ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ നേച്ചർ കൂടെ ഇവിടെ റെസ്പോൺസിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടന്നു. അപ്പോൾ ഒരു കാർബണിന് പോസിറ്റീവ് ചാർജും മറ്റേ ഒരു കാർബണിന് നെഗറ്റീവ് ചാർജും കിട്ടി. ഇനി ഈ വന്നിരിക്കുന്ന നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങോട്ടായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ കാർബണിലായിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അത് അവിടെ പോയി അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് റിയേജൻ്റാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് കാർബൺ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? യൂഷ്വലി അത് എന്തായാലും പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള കാർബണിനായിരിക്കും അല്ലേ അറ്റാക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇതുപോലൊരു, അതായത് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള കാർബണിൽ ഈ ഒരു നെഗറ്റീവ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, സോ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡിലോട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്നതും ലെഫ്റ്റ് സൈഡിലോട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്നതും വെച്ചിട്ടാണ് ഈ രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അസിമെട്രിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിലുള്ള ഇലക്ട്രോമെറിക് ഇഫക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, കാർബണിനെക്കാളിലും ഓക്സിജന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയത് കൊണ്ട് തന്നെ പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്? നമ്മുടെ ഓക്സിജനിലോട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. സോ ഓക്സിജന് നെഗറ്റീവ് ചാർജും കാർബൺ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കുന്ന ഓക്സിജനിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് അവിടെ OH ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു രീതിയിലുള്ള എന്ത് കിട്ടും? ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് സിമിലർലി നമ്മൾ പറയുന്നത് നമുക്കിവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഫോം ചെയ്തു. നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എവിടെ പോയി അറ്റാച്ച് ചെയ്യും? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബണിലോട്ട് പോയി അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലൊരു ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സിലാണ് കാണപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് 2 രീതിയിലാണ് കാണപ്പെടുന്നത്. വേറൊന്നുമല്ല, സിമ്പിളാണ്. അതായത് ഇപ്പോൾ നമ്മളിവിടെ പൈ ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റ് നടക്കുമെന്ന് പറഞ്ഞല്ലോ, അതല്ലേ ബേസിക്കലി നമ്മുടെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്ന അതേ പൊസിഷനിൽ തന്നെയാണോ, അതല്ല അതേ സെയിം സൈറ്റിൽ തന്നെയാണോ അറ്റാക്കിംഗ് റിയേജൻറ്റ് പോയി അറ്റാച്ച് ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോസിറ്റീവും നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണോ എന്ന് നടക്കുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ ആ ഒരു നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൈ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടി. സോ നെഗറ്റീവ് ചാർജ് ഇപ്പം നമ്മുടെ പൈ ഇലക്ട്രോൺസ് എവിടെയാണ്? ഓക്സിജനിലാണ് ഇരിക്കുന്നത്. സോ നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് H+ ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടായിരിക്കും വരുന്നത്? നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഓക്സിജനിലായിട്ടായിരിക്കും വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് കാണാം ഈ നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റും അതുപോലെ തന്നെ ഏതാണ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും ഒരേ പൊസിഷനിലല്ലേ ഇരിക്കുന്നത്, സെയിം സൈറ്റിലാണ് ഇരിക്കുന്നത്. സോ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മുടെ പൈ ഇലക്ട്രോൺസും അതുപോലെ തന്നെ അറ്റാക്കിംഗ് റിയേജൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയാം. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത് എവിടെയാണ്? നെഗറ്റീവ്, അതായത് ഓക്സിജനിലാണ് നമ്മുടെ പൈ ഇലക്ട്രോൺസ് ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ പക്ഷേ നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻറ്റിൻ്റെ എന്താണ്
അതെന്ന് പറയുന്നത് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ അതെങ്ങോട്ടായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബണിലോട്ടായിരിക്കും അത് അട്രാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം രണ്ടും രണ്ട് സൈറ്റിലാണല്ലേ. അതായത് നമ്മുടെ അറ്റാക്കിംഗ് റിയേജൻ്റ് ഇരിക്കുന്നത് കാർബണിലും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് എവിടെയുമാണ്? ഓക്സിജനിലോട്ടുമാണ് ഇരിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൈ ഇലക്ട്രോൺസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റായി ഇപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഓക്സിജനിലാണ്. അതുകൊണ്ടാണല്ലേ നമ്മുടെ ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ എന്താ പറയുന്നത്, നമ്മുടെ പൈ ഇലക്ട്രോൺസും അതുപോലെ തന്നെ അറ്റാക്കിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് സെയിം സൈറ്റിലല്ല ഇരിക്കുന്നതെങ്കിൽ ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയാം. സോ ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെങ്കിൽ അവിടെ നടക്കുന്ന ഇഫക്റ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും, അതുപോലെ തന്നെ ഒരു കോമ്പൗണ്ടിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും ആയിരിക്കും നടക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും യൂസ്ഫുൾ കണ്ടൻസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.